ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒമാൻ പ്രവാസി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് വീണ്ടും ഒരു വെള്ളിയാഴ്ച എത്തി. ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ വൈകിട്ടത്തേക്കുള്ള ചില കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ്. വൈകിട്ട് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വൈകിട്ട് കപ്പയും ബീഫും. ഇവിടെ അടുത്ത് ഞങ്ങളുടെ ഒരു ടൗണുണ്ട്, തുമിരത്ത് പറഞ്ഞ്. ഞങ്ങൾ കൂട്ടുകാരായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള ചില വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. ബാക്കിയുള്ള വിശേഷങ്ങൾ വൈകിട്ട് ചാനൽ പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. ഹലോ കൂട്ടുകാരെ, ഇതാണ് ഞങ്ങളുടെ സലാല മസ്കറ്റ് റോഡ്. ഇവിടുന്ന് 2 കിലോമീറ്റർ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടൗണായി. തുമിരത്ത് എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടുന്ന് ചെറിയൊരു യൂട്ടേൺ ഉണ്ട്. ആ യൂട്ടേൺ എടുത്ത് വേണം ഞങ്ങൾക്ക് ആ തുമിരത്തിലേക്ക് പോകാനായിട്ട്. ഈ കാണുന്നത് സലാല മസ്കറ്റ് റോഡാണ്. സലാലയിൽ നിന്ന് ഏകദേശം 1050 കിലോമീറ്ററോളം ദൂരമുണ്ട് സലാല മസ്കറ്റ്. ബസ്സിനാണെങ്കിൽ വൈകിട്ട് കയറിയാൽ രാവിലെ 4 മണി 5 മണി ആകുമ്പോഴത്തേക്ക് മസ്കറ്റിലെത്തും. ഒരുപാട് ആൾക്കാരൊക്കെ എയർപോർട്ടിൽ പോകുന്നതൊക്കെ ബസ്സിനെ ആശ്രയിച്ചാണ് പോകുന്നത്. വളരെ നല്ല സ്ഥലമാണ്. ഈ മാസം 15-ാം തീയതി 20-ാം തീയതി കഴിയുമ്പോൾ ഇവിടെ കരിവ് തുടങ്ങുകയാണ്. ഒരുപാട് ആൾക്കാർ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ദുബായിൽ നിന്നും സൗദിയിൽ നിന്നും ബഹ്റിൽ നിന്നോടൊക്കെ ഒരുപാട് ആൾക്കാർ 2-3 മാസത്തേക്ക് ഇവിടെ അടിപൊളിയാണ്. കാണാൻ മനോഹരമായ സ്ഥലമാണ് സലാല. തനി കേരളം എന്ന് തന്നെ പറയാം. ഇതാണ് റോഡ്. ഇത് നേരെ പോകുന്നത് മസ്കറ്റിലേക്കാണ്. 1 കിലോമീറ്റർ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ ടൗണായി. ഞങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങൾ വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഈ ചാനലിൽ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ആ ബെൽ ബട്ടണിൽ ഒന്ന് കൈയമർത്തുക. ഇവിടെ കഴിഞ്ഞ പണി കഴിഞ്ഞവർക്ക് 1 2 ഒരാൾ പോയോ? 2 ഉണ്ട്. 2 ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പേ വാങ്ങിച്ചുകൊണ്ട് വന്ന ബീഫ് റെഡിയായി ഇരിപ്പുണ്ട്. അപ്പോൾ ബീഫ് മസാല ആക്കാനുള്ള പരിപാടിയാണ്. തേങ്ങ കുറച്ച് കൊത്തിയരിഞ്ഞ തേങ്ങ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ കപ്പ ഇവിടെ അടുപ്പേൽ റെഡി ആയിക്കൊണ്ടിരിക്കുക. കപ്പ ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നു. ശേഷം മഞ്ഞപ്പൊടിയും കൂടെ അതിനകത്തോട് ചേർത്ത് കൊടുക്കും. അങ്ങനെ ഒന്ന് മൂത്ത് വരട്ടെ. കപ്പ വേവായോ? കപ്പ വേവായിട്ടുണ്ട്. ഉപ്പിട്ട് കൂട്ടണം. ഓക്കെ, അപ്പോൾ ഏകദേശം തേങ്ങ റെഡി ആയിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളി സവാളയും കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കരിവേപ്പിലയും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുക. ഉള്ളി ഒന്ന് വഴങ്ങിയ ശേഷം അരച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്
വെച്ചേക്കുന്ന ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്തു. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു പരിപാടിയുണ്ട്. നമ്മുടെ കൃഷ്ണപ്പൻ അവിടെ മോര് കറിക്കുള്ള സംവിധാനം റെഡിയായിക്കൊണ്ടിരിക്കുക. മോര് കറി വെക്കാനുള്ള സെറ്റപ്പിലൂടെ കാര്യങ്ങളെല്ലാം സെറ്റ് കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വേണം ഏകദേശം ഉള്ളിയൊക്കെ മൂത്തു. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി. ഇനി കുറച്ച് മീറ്റ് മസാലയും കൂടെ അതിനകത്തൊരു കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ട് മീറ്റ് മസാല ചേർത്തു. അപ്പോൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് എടുക്കുകയാണ്. വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് നേരെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മസാലയ്ക്കകത്തോട്ട് ആ സ്റ്റോപ്പും എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർക്കുകയാണ്. കപ്പ റെഡിയായി. കപ്പ ഊറ്റാനുള്ള പരിപാടിയാണ്. കപ്പ ഊറ്റാനുള്ള പരിപാടി നോക്കുകയാണ്. ബീഫ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. കഷ്ണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, വൈകിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. കപ്പ, അതായത് പലയിടത്തും പല ഇത് തന്നെ കൊള്ളി എന്ന് പറയും, കപ്പയെന്ന് പറയും, മറ്റേ എന്താ ചീനി എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. 2-3 കഷ്ണം കപ്പ എടുത്തു. ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ബീഫും മീൻ വറുത്തതുണ്ട്. പിന്നെ ചോറുണ്ട്. ചോറ് ഒരു ശകലം, ഒരു തവി ചോറ് ഇട്ട്, പിന്നെ നല്ല നാടൻ മോര് കാച്ചിയത്. നമ്മുടെ പാലക്കാട്ടുകാരൻ കൃഷ്ണന്റെ കറിയാണ് മോര്. പൊളപ്പം സാധനമാണ്. ഇനി ഇതൊന്നും കൂടെ വേറൊരു ഐറ്റം ഉണ്ട്. അതാണ് പൊളി സാധനം. നല്ല വറ്റൽമുളക് അരച്ച സമ്മന്തി. വറ്റൽമുളകും കൊച്ചുള്ളിയും പുളിയും കൂടെ കല്ലുപ്പിട്ടിട്ട് അരച്ച ഒരു സമ്മന്തി. കണ്ടല്ലോ, ഇതാണ് ഇന്ന് വൈകിട്ടത്തെ ഞങ്ങളുടെ ആഹാരം. ഞാൻ മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും